കൊപ്ര സംഭരണത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ മറികടന്ന കേരഫെഡ്. തമിഴ്നാട്ടിൽ നിന്നും പ്രതിദിനം ടൺ കണക്കിന് കൊപ്രയാണ് കേരഫെഡ് സംഭരിക്കുന്നത്. തമിഴ്നാട്ടിലെ കൊപ്ര വ്യാപാരികൾക്ക് കേരഫെഡ് നൽകിയ പർച്ചേസിംഗ് ഓർഡറിന്റെ പകർപ്പുകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. സംസ്ഥാനത്തെ നാളികേര കർഷകർക്ക് ഒരു കൈസഹായം ലക്ഷ്യമിട്ടാണ് സർക്കാർ കേരഫെഡ് സ്ഥാപിച്ചത്. ഇപ്പോൾ കേര കർഷകരെ വഞ്ചിച്ച തമിഴ്നാട്ടിലെ കൊപ്ര മുതലാളിമാർക്ക് കൂട്ടപിടിക്കുകയാണ് കേരഫെഡ്. സംസ്ഥാനത്തെ നാളികേര കർഷകരിൽ നിന്നും കൊപ്രയും പച്ചത്തേങ്ങയും സംഭരിച്ച വെളിച്ചെണ്ണയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും തയ്യാറാക്കുക എന്നതായിരുന്നു കേരഫെഡിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. ലക്ഷ്യം തെറ്റിയ കേരഫെഡ് ഇപ്പോൾ കൊപ്ര സംഭരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും. ദിനംപ്രതി ടൺ കണക്കിന് കൊപ്രയാണ് അയൽ സംസ്ഥാനത്തു നിന്നും കേരഫെഡിലേക്ക് ഒഴുകിയെത്തുന്നത്. കേര കർഷകരോടുള്ള വഞ്ചനയുടെ സാക്ഷ്യപത്രമാണ് ഈ പർച്ചേസിംഗ് ഓർഡറുകൾ. മുംബൈ ആസ്ഥാനമായ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ NEML വഴിയാണ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരഫെഡ് കൊപ്ര സംഭരിക്കുന്നത്. കോയമ്പത്തൂർ, തിരുപ്പൂർ, കാങ്കയം, പൊള്ളാച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൊപ്ര കമ്പനികളുമായാണ് കേരഫെഡിന്റെ പ്രധാന ഇടപാടുകൾ. ഇതിനു പുറമെ ആന്ധ്ര, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കൊപ്ര സംഭരിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ആവശ്യത്തിന് കൊപ്ര ലഭിക്കാത്ത സാഹചര്യത്തിലാണ് അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നതെന്നാണ് കേരഫെഡിന്റെ വിശദീകരണം. എന്നാൽ ഇത് തെറ്റാണെന്ന് കർഷകർ പറയുന്നു. മികച്ച ഗുണനിലവാരമുള്ള നാളികേരം കേരളത്തിൽ കെട്ടിക്കിടക്കുമ്പോഴാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള കൊപ്ര സംഭരണം. നടുവൊടിഞ്ഞ കേര കർഷകരെ പൂർണ്ണമായും പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന നടപടികളിൽ നിന്നും കേരഫെഡ് പിന്തിരിയുമെന്നാണ് പ്രതീക്ഷ. റിപ്പോർട്ടർ R. റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.